ഇന്ന് ഗൾഫിൽ നോക്കിയാൽ പോലെ 1000-1500 ശമ്പളക്കാരന് ഞമ്മം, ബാക്കിയുള്ള 5000-10,000 ശമ്പളക്കാരൻ നമ്മൾ സഹോദരന്മാരിൽപ്പെട്ടതാണ്. എന്തുകൊണ്ട്? നന്നായിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം പിടിച്ചു കെട്ടിടുന്നുണ്ട്. പാർട്ടിയിലേക്ക് മതത്തിന് ചിന്താവിനെ വിളിക്കാൻ കുറെ വേളും കുറെ വൃത്തിയും കുറെ മറ്റതും മറിച്ചത് ഓരോ എന്താക്കി പറയല്ല. സ്വന്തം കീസയിലിട്ടിട്ട് പള്ളിന്റെ പണ്ടാരം കട്ടിൽ ജീവിക്കുന്ന അല്ലാണ്ട് ജോറ് സ്വന്തം പൈസ എന്ത് ചെലവാക്കി എന്ന് പറയാൻ ഒന്നും എത്തിക്കും കാട്ടും. നമുക്ക് പേരുണ്ട് ഹൈറമ്മത്തി, പിന്നെയുള്ള ഉത്തമ സമുദായം. ബാക്കിയുള്ള സമുദായം നമ്മളെ നോക്കിയിട്ടാണ് കോപ്പിയാക്കേണ്ടത്. ഇന്നതല്ല, ആ സമുദായത്തിലെ എത്രയോ നല്ല സമുദായമാണ് നമ്മൾ ഇന്ന് ഏറ്റവും എടുത്തപ്പെട്ട സമുദായമായി. നല്ലത് ഏത് പൊട്ടെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നില്ല. എന്താക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ എന്താക്കി? എന്തെല്ലാം പറയും കമ്മ്യൂണിസ്റ്റാ അല്ല, നമ്മൾ ഈമാനില്ലാണ്ടാക്കും. ജോർക്ക് ഈമാനുണ്ട്. ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആടെ പോയിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴേക്ക് ഇവിടുത്തെ കാസർഗോഡ് ജില്ലന്റെ സെക്രട്ടറി വേറെ എന്തും ചിന്തിച്ചില്ല, ഓർക്കെല്ലാം നിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൽ പിരിച്ചു കൊടുക്കുന്നു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KS അബ്ദുറഹ്മാൻ കാസർഗോഡ് തളങ്കര സ്വദേശിയാണ്. കാസർഗോഡ് പ്രമുഖ വ്യവസായിയും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ എല്ലാവരുടെയും സുൽത്താനായിരുന്ന KS അബ്ദുള്ള സാഹിബിയുടെ മരുമകൻ. കാസർഗോഡുകാരുടെ ഒരു കാഴ്ചപ്പാടിൽ ശതകോടീശ്വരനാണ് KS അബ്ദുറഹ്മാൻ. നാട്ടുകാർക്ക് എന്തും പറയാലോ. ഞാൻ ഒരു 100 കോടിൻ്റെ ആളെന്ന 1000 കോടിൻ്റെ ആളെന്ന എൻ്റെ ബാലൻസ് എനിക്കല്ല അറിയുന്നത് അല്ലേ. അത് ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നല്ലതല്ലേ, നല്ലത്. അത് അവരെ പരിധിയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അല്ല ബർക്കത്തിൻ്റെ ആയിട്ടുള്ള നല്ല പൈസ തന്നിന്. അത് ഞാൻ ചെറിയപ്പോഴും ഞാനും എൻ്റെ മക്കൾക്കും ഞാൻ ദൂരത്തടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ചെയ്തില്ല. ഞാൻ ആവശ്യമുള്ളത് ഈ പൈസ നമുക്ക് തരുന്നത് ഇത് ദൂരത്തടിക്കാറില്ല. അത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ നിന്നിട്ട് നമുക്ക് തന്ന പൈസ ഒരു നയ പൈസ ഇസ്രാഫത്ത മട്ടത്തിൽ, അതായത് കോമനും അത് സമുദായത്തിനും സമൂഹത്തിനും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ക്വയറ്റായിട്ട് സൈലൻ്റായിട്ട് കുറേ ആൾക്കാരെ കുറേ തങ്ങന്മാരെ കൊടുത്തിട്ട് ദ്വാരിപ്പിക്കുന്നു, അല്ലാണ്ട് ഇതാക്കലും അതൊന്നും പബ്ലിസിറ്റി ഇല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ആ സമ്പാദ്യം നിങ്ങളുടേത് മാത്രമല്ല, അത് സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെതുമാണ് എന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എനിക്ക് അള്ളാഹ് തരുന്ന പണം ഉണ്ടല്ലോ, അത് എൻ്റെ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. അത് എൻ്റെ ത്രൂലായിട്ട് ഫ്ലോട്ടിക്കാൻ വേണ്ടി സമുദായത്തിനും നാട്ടിലേക്കും അത് നമ്മൾ ചെലവഴിക്കണം. അത് എൻ്റെ നീഡ് എന്ത് നോക്കി നമ്മൾ ചെയ്യിക്കണം. അപ്പാടെ പൈസക്ക് വാല്യൂ വരുന്നത്, പൈസയുടെ വാല്യൂ വരുന്ന അപ്പാട്. അല്ലെങ്കിൽ അത് പിന്നെ ഞാനും എൻ്റെ മക്കളും തട്ടാനോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. മനസ്സിലായില്ലേ? തട്ടാനറിയല്ലേ പൊന്നുണ്ടാക്കുന്നത്, അതുപോലെ ആയിപ്പോയി. ഞമ്മ അങ്ങനല്ല, ഞമ്മ മിതമായിട്ട് ജീവിക്കും. ബാക്കി എന്തെല്ലാം ഉള്ളത് കംപ്ലീറ്റ് ചെയ്യും. അതിൽ അർഹതപ്പെട്ടവർക്ക് എല്ലാം അർഹതപ്പെട്ടു. ഇപ്പോൾ എല്ലാം അള്ളാൻ്റെ ബർക്കത്ത് കൊണ്ട് ഫ്രം ദ ബിഗിൻ 50-60 വർഷമായിട്ട് എൻ്റെ ഇതേ സ്റ്റൈലാണ്. അത് എല്ലാ ഫീൽഡിലും ഞാനുണ്ട്. എന്നെ ആർക്കും അറിയില്ല, നമുക്കൊരു പബ്ലിസിറ്റി ഇല്ല. അതായത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ആചാരമാണ് 5 കിലോ പഞ്ചാര, 5 കിലോ ചോറ്, മറ്റേ അതിൻ്റെ പല വ്യഞ്ജനങ്ങൾ, അതിന് കൊടുക്കാൻ ഒരു കിറ്റ്, അതിന് ചുറ്റും 100 പേര്, ആ കിറ്റ് പിടിക്കാൻ 10 പേര്, അതിന് 10-30 മാധ്യമങ്ങളിൽ ഫോട്ടോ. ഇത്തരം ഒരു സ്ഥലങ്ങളിലും അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അന്തോൻചായുടെ പേര് ഞാൻ കേട്ടിട്ടില്ല. ഈ കിറ്റ് കൊടുക്കുന്നത് കിറ്റ് കൊടുക്കുന്നില്ല. ഇവർ സ്റ്റേജിൽ കയറിയിട്ട് അവരെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന് കുറേ ഗ്രാഫ് മേലെ വരാൻ വേണ്ടിയിട്ട് പാവങ്ങളെന്ന് പൊതുസമൂഹത്തിനും കാണിച്ചു കൊടുക്കുന്ന പാവങ്ങളായിട്ട് മജൂറാക്കിയതിൻ്റെ അത് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നത്. നമ്മളെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് ഈ കയ്യിൽ കൊടുക്കുന്നത് ഈ കയ്യിൽ പറയാൻ പാടില്ല. അതിനെല്ലാം നേതൃത്വം വഹിക്കുന്നവർ വലിയ വലിയ പണ്ഡിതന്മാരും തങ്ങന്മാരും. ഓർക്കുന്നില്ലെങ്കിൽ ഓർ ജീവിക്കുന്നതിന് ദുനിയാവിൻ്റെ താല്പര്യത്തിൽ അള്ളാഹു അള്ളാൻ്റെ റസൂലിനെയും അള്ളാഹിന്റെ കിതാബ് വിറ്റിട്ടാണ് ഒരു ദുനിയാവിൽ ജീവിക്കുന്നത്. ഓർക്കിതൊന്നൊരു കഥയല്ല. ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണ് ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഒരു തവണ പോലും താങ്കളുമായി ബന്ധപ്പെട്ട ഒരു ചാരിറ്റിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ല.
അതിൽ ഒരു മാറ്റം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിക് ദിനാർ പള്ളിയുമായി ബന്ധപ്പെട്ട് വഖഫ് നടക്കുന്ന ഒരു സമയത്തെ ഒരു വീഡിയോ, അത് മാത്രമാണ് പുറത്തു വന്നതിലുള്ളത്. ഉദ്ദേശം ഈ മാലിക് ദിനാർ പള്ളി അത് കാസർഗോട്ടെ ഏറ്റവും, അതായത് ഇന്ത്യയിലേക്ക് മുസ്ലിം സഹാബികൾ, അതായത് മുസ്ലിങ്ങളെ പ്രബോധനവുമായി അറബുകൾ എത്തിയ ആ സമയത്ത് സ്ഥാപിച്ച 8ാമത്തെ പള്ളിയായിട്ടാണെന്നാണ് കരുതപ്പെടുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ തിരുത്തുക. 8ാമത്തെ പള്ളികളായിട്ടാണ് കരുതുന്നത്. ആ പള്ളിയുടെ ഒരു രൂപ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആധുനികവൽക്കരിച്ച രൂപവും അതിനോടൊപ്പം പഴമ നിലനിർത്തിയ ഒരു രൂപം നിലനിർത്തി നിങ്ങളൊരു പള്ളി നിർമ്മിച്ചു. ഞാനല്ല, അള്ളാഹിൻ്റെ സഹായത്തിൽ അള്ളാഹ് തന്ന ഖസാനയിൽ അത് ജയിച്ചത്. എനിക്കായിട്ടുള്ള ഒരു കഴിവില്ല, അത് നമ്മൾ പറയാൻ പാടില്ല, അത് നമ്മൾ അഹങ്കാരികളായി. അള്ളാഹ് ഒരു വഴി കാണിച്ചു തന്ന് ആ വഴി നല്ലത് എനിക്ക് തോന്നി അവിടെ ചിലവാക്കി. അത് നമ്മളെല്ലാം മരിച്ച് കിടക്കുന്ന നമ്മളെ പിന്നെ കുടുംബക്കാരും ചങ്ങാതിമാർ ഒരു നമ്മളെ ഹെഡ് ഓഫ് ദ മസ്ജിദാണ്. അപ്പോൾ അതിനൊന്ന് നന്നാക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് വന്ന് ബാക്കി പെട്ടെന്ന് എല്ലാ സഹായം എനിക്ക് അള്ളാഹ് ചെയ്തു തന്നു. അത് എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു പള്ളിയെ നന്നാക്കണമെന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാൻ കാരണം എന്താണ്? ഒന്ന് അത് നമ്മളെ തലസ്ഥാനം. നമ്മളിപ്പോൾ ഏടെപ്പോയെങ്കിലും ഇന്ത്യയിൽ കാസർഗോഡ് നമ്മളെ കുടുംബക്കാരും പഴയ ആൾക്കാരും ഉപ്പപ്പാറും ചങ്ങായിമാരും എല്ലാം മരിച്ചു കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് നാളെ എൻ്റെ അവസ്ഥ അതന്നെ ആയിരിക്കും. പിന്നെ അള്ളാഹുവലാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, ഒരു പള്ളി അവിടെ ഇതില്ലാണ്ട് പണ്ടേ ഉള്ളൊരു പഴയ പള്ളി സൗകര്യമില്ല, അങ്ങനെ അതെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നി അത് തോന്നാൻ കാരണമില്ലെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ട്രയൽ എടുക്കുന്ന കുറേ കൊല്ലങ്ങളായി. കുറേ മൈസൂറായിട്ട് ബാംഗ്ലൂരായിട്ട് ബംബൈയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പള്ളി കെട്ടുമ്പോൾ അപ്പം അള്ളാഹ് പറഞ്ഞിട്ട് എന്നെ നീ സഹായിച്ചുകൊണ്ടിരിക്കും, ഞാൻ നിന്നെ സഹായിക്കുന്നു. അത് ആയത്തിൽ പറഞ്ഞിട്ട്, കലാമിൽ പറഞ്ഞിട്ട്, അതെനിക്ക് അത് ഈസിയാക്കി തന്നു. 2 കൊല്ലം 8 മാസത്തിൽ ഞാൻ തീർത്തത്. ഞാൻ പ്രതീക്ഷിച്ചിട്ട് എത്രയോ അധികം എനിക്ക് ചിലവായി, അള്ള തീർത്തന്ന്. എനിക്കൊരു പ്രശ്നമില്ല. ഒരു സാമ്പത്തിക ബാധ്യത കൂടിയപ്പോൾ നിങ്ങൾക്ക് ഒരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടില്ല? ഒന്നുമില്ല, അൽഹംദുലില്ലാ. ഇന്ന് അള്ളാഹ് തന്ന ഖസാനയിൽ ഒരു ഇഞ്ച് എന്നെ കുറഞ്ഞില്ല, ഒരു തുള്ളി കുറഞ്ഞില്ല. അതായത് നിങ്ങൾ ഇത്രയും സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ചെലവഴിച്ചിട്ട് നിങ്ങളെ സമ്പാദ്യത്തിൽ നിന്നും 1 രൂപ പോലും കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. 1 രൂപ അള്ളാഹ് കൂട്ടി തന്നല്ലാണ്ട് ഇതുവരെ കുറഞ്ഞില്ല, ഒന്നും കുറഞ്ഞില്ല. അത് അള്ളാഹ് പറഞ്ഞ വാക്കാണ്. എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കും. അത് ഞാൻ എൻജോയ് ആക്കുന്നില്ല. അള്ളാഹിൻ്റെ വാക്ക്, അള്ളാഹിൻ്റെ റസൂല് കഴിഞ്ഞവർക്ക് അള്ളാഹിൻ്റെ കലാപം ഞമ്മ സ്വീകരിക്കണം. അല്ലാതെ നമ്മളെ ഈമാനല്ല, ഞമ്മ മുസ്ലിമല്ല. അതിന് പറഞ്ഞിട്ടുണ്ട് ഇത്. അത് ഞാൻ ചാൻസ് എടുത്തു, അൽഹംദുലില്ലാ. ദൈവം നിങ്ങൾക്കൊരു വഴി കാണിച്ചു, ആ ചാൻസ് നിങ്ങൾ തപ്പിപ്പിടിച്ച് എടുത്തു, സ്വീകരിച്ചു. തപ്പിപ്പിടിക്കേണ്ട ആവശ്യമില്ല. മോനെ, ഞമ്മ ഖൈറുമ്മത്തി ഉത്തമ സമുദായം എന്നും ഞമ്മ പറയുന്നു. അതിൻ്റെ ഭയങ്കര അതിൻ്റെ കാർഡ് കിസയിലിട്ട് നടക്കുന്നു. ഞമ്മക്ക് 1400 കൊല്ലം മുമ്പ് മുതൽ നമ്മളെ ഖിയാമത്ത് നാൾ വരെയുള്ളത് നമുക്കെല്ലാം അള്ളാഹിൻ്റെ റസൂലും ആയത്തിലും ഹദീസിലും കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഓൺലൈനിൽ പോകാനോ നെറ്റിൽ പോകാനോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ടാക്കാൻ എന്നാൽ എല്ലാം നീ എങ്ങനെ പോയാലും എങ്ങനെയാവും എന്ത് നിൻ്റെ അവസ്ഥ എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ട്. ഇപ്പോൾ ഈ സ്വാർത്ഥികളായ കുറേ ദുനിയാവിൻ്റെ താല്പര്യമുള്ള പണ്ഡിതൻ വേഷത്തിലെ കുറേ ആളുണ്ടല്ലോ, ഓർക്കിതൊന്നും നോക്കാൻ സമയമില്ല. ഓരോ പൈസ എൻ്റെ ബാക്കിലാണ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കേടങ്ങ് തെറ്റി വരേണ്ട ഒരു ചാൻസും ഇല്ല. എൻ്റെ നെറ്റ്വർക്ക് എല്ലാം അള്ളാഹിൻ്റെ റസൂൽ കാണിച്ചത്. നീ ഇങ്ങനെ പോയെങ്കിൽ നിനക്ക് ഇങ്ങനെ കൂടെ ഇവിടെ കിട്ടും, ഇയർ ആഫ്റ്റർ കിട്ടും, അവിടെ പോയെന്ന് എല്ലാം കാണിച്ചു തന്നിന്. നമുക്കിതല്ല, നമ്മ ഇപ്പോൾ കഴിയുന്നത് ഏറ്റവും ഇതാക്കി നമ്മളെ കീശയിൽ പൈസ വരാം. അതിൻ്റെ ബാക്കിൻ്റെ ആദ്യം നമുക്ക് പൈസ വരണം, അതിൻ്റെ ദൂർത്തെടുക്കണം. നമ്മളെ അവസ്ഥ എന്ത് പോലെ, നമ്മളെ അവസ്ഥ പറയട്ടെ, നമ്മളെ അവസ്ഥയില്ലെങ്കിൽ നമ്മോന്നില്ലെങ്കിൽ ഇസ്ലാം എന്നില്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതിനെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കണം. അത് പ്രകാരം അതിൻ്റെ തർത്തീബ് പ്രകാരം വിശ്വസിക്കണം. അല്ലാതെ നമ്മൾ മുസ്ലിം അല്ല, നമ്മൾ കാഫറായി. അതിൽ എല്ലാ കഥയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആഖിർ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ഉമ്മത്തികളാണ് നമുക്ക് പേരുണ്ട് ഖൈറുമ്മത്തി, പിന്നെയുള്ള ഉത്തമ സമുദായം. ബാക്കിയുള്ള സമുദായം നമ്മളെ നോക്കിയിട്ടാണ് കോപ്പിയാക്കേണ്ടത്. ഇന്നതല്ല, ആ സമുദായത്തിൻ്റെ എത്രയോ നല്ല സമുദായമാണ്
നമ്മ ഇന്ന് ഏറ്റവും എടുത്തപ്പെട്ട സമുദായമായി. ഇന്ന് എടുത്തപ്പെട്ട സമുദായം നമ്മൾ ദുനിയാവിനെ താല്പര്യത്തിനും വേണ്ടിയിട്ട് അള്ളാഹിനെ ഇന്ന് വിറ്റ് തിന്നു, ഖുർആനെ വിറ്റ് തിന്ന്, റസൂലുള്ളാഹിന്റെ ഹദീസ് വിറ്റ് തിന്നിട്ട് നമ്മൾ ഇന്ന് ദുനിയാവിൽ നമ്മൾ കഴിയുന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ദുനിയാവിൽ മാത്രം മുസ്ലിമിൽ നിന്നൊരു ഇഷ്യൂ ഉള്ളത്. വേറെ ഒരാൾക്കൊരു പ്രശ്നമില്ല. നമ്മളെ എല്ലാ സ്ഥലത്തും അടിച്ചു കൊല്ലുന്നു. നമ്മ പറയുന്നത് നമ്മളെ അടിച്ചു കൊല്ലുന്ന ഇസ്രായേൽ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന BJP RS ഒന്നുമല്ല. ഓറെ പണിയെടുക്കുന്നുണ്ട്. നമ്മളെ കംസൂരിയിൽ നമ്മളെ അള്ളാഹ് പറഞ്ഞിന്, നീ ഞാനും എൻ്റെ റസൂലും പറഞ്ഞ പോലെ ജീവിച്ചാൽ നിനക്ക് ദുനിയാവിനെ ഇജ്ജത്ത് തരും, ആഖിറത്തിൽ നിനക്ക് ഇജ്ജത്ത് തരും. അതായത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ ഏറ്റവും രത്ന ചുരുക്കം, മുസ്ലിങ്ങൾ ഇപ്പോൾ നാമധാരികളായി മാത്രം മാറിയിരിക്കുകയാണ്. അവർ ശരിയായ ദൈവകൽപ്പനയും പ്രവാചകന്റെ ചര്യയും ഇപ്പോൾ പിന്തുടരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾ ലോകത്ത് എല്ലായിടത്തും മർദ്ദിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത്. മാത്രമല്ല, പണത്തിന്റെ പിന്നാലെ ഈ സമുദായം പോയിരിക്കുകയാണ്. അതിനെ തിരുത്തേണ്ടവർ പണ്ഡിതന്മാർ തിരുത്താൻ തയ്യാറാകുന്നില്ല. എല്ലാവർക്കും പണം 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 മാത്രമാണ് ലക്ഷ്യം. ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ രത്ന ചുരുക്കം. പണവും അവർക്ക് പദവിയാണ് അവർ ഉള്ളതാണ്. ഒരു തഖ്വ ഉള്ളത്, ഒരു അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരൊറ്റ പണ്ഡിതനുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. ഇപ്പം നമ്മളെ വിറ്റിട്ട് നമ്മളെ ഓരോരോ ഗ്രൂപ്പാക്കി വിറ്റിട്ട് അവർ വലിയ 5 സ്റ്റാർ സ്റ്റാൻഡേർഡിലെ ലൈഫാണ് അവർ ചെയ്യുന്നത്. നമ്മളെ അവസ്ഥ എന്തുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ കഥ വിടും. കേരളത്തിൻ്റെ അവസ്ഥ മാത്രം നോക്കിയാൽ കേരളത്തിൽ നമ്മൾ 27% പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ മുസ്ലിമും. ഞാൻ ഇവരോട് പറയുന്നത് നമ്മളെ കംപ്ലീറ്റ് ഏറ്റെടുത്തിട്ടുള്ളതാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഓരോ മുസ്ലിം എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഉത്തരഫലമുണ്ട്. എല്ലാ ഹറാമിൻ്റെ എല്ലാ പണി എടുക്കുന്നവരാണ് ഈ ലീഗ്. ഒരു ടോട്ടലി നമ്മളിതാക്കിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഞാൻ എൻ്റെ ബാക്കിൽ നിന്ന് കമൻ്റ് ഉണ്ടാകും. എൻ്റെ അടുത്ത് ചാനലിലേക്ക് നമ്മളെ അടിസ്ഥാനപരത്തിൽ നമ്മളെ കുട്ടികൾ ഇന്ന് ഏടുള്ളത് 27% അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള സഹോദര സമുദായത്തിന് ഇന്ന് എൻജോയ് ആക്കുന്നത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെ കുട്ടികൾ നോക്കി എപ്പോൾ റോഡിൽ എപ്പോൾ അത് ഇത് ആ സംഘടന ഈ സംഘടന മറ്റത് ഒരു കുട്ടിക്ക് ഒരു ലൈഫിൽ എൻട്രി ആണെങ്കിൽ അബൌട്ട് 18 to 25 years ഉള്ളിൽ ഒരു എൻട്രി ആണോ, ഒരിക്കലും ബിസിനസ്സിലെ എൻട്രി ആണോ, അല്ല പ്രൊഫഷണൽ എൻട്രി ആണോ, അല്ലെങ്കിൽ വർക്കുള്ള എൻട്രി. അതാണ് റൈറ്റ് ടൈം. ആ സമയത്തല്ലോ ഇവരെ കെട്ടിവെച്ചിട്ടുണ്ട് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മറ്റത് ഞാൻ പറയുന്നില്ലെങ്കിലും നമുക്ക് ഇസ്ലാം കാര്യം ഇമാം കാര്യം അറിഞ്ഞാൽ മതി. അറിയണേ നമ്മ ഒന്ന് ഉമ്മ പഠിപ്പിക്കുന്നത്, പിന്നെ ഒന്ന് മദ്രസയിലമ പഠിക്കുന്നില്ല 10 12 അത് മതി. ഇതിന് ശേഷം ജോറ് എന്തില്ലെങ്കിൽ ഓരോ ഡിവൈഡ് ആക്കിയിട്ട് നമ്മൾ കോളേജിൽ പിള്ളേരെ ചേർക്കും. എന്നിട്ടാണ് ഇവർ ഡിവൈഡ് ആൻഡ് റൂൾ ആക്കുന്നത്. അവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇതേ സഹോദരന്മാനെ അവന് പച്ചവന് അവൻ സലാം പറഞ്ഞെങ്കിൽ സലാം എടുക്കണ്ട, അവന് എടുത്ത് നരകത്തിന് പോകുന്നവനാണ്, ഞങ്ങാണ് സ്വർഗത്തിൽ പോകാൻ. അവന് ഇത് ഉപ്പാനും മകനും സഹോദരന്മാരും ഈ മുട്ടിക്കുന്നത് തെറ്റിക്കുന്നത് ബ്രെയിൻ വാഷ് ആക്കുന്ന ആരുന്നാണ്. ചെറിയ സ്കൂളിൽ നിന്നാക്കുന്നില്ല. കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം, പണം പിടിക്കണം, അവരെ ഫ്യൂച്ചറിന് വേണ്ടി വിട്ടേക്കണം. നമ്മൾ പിടിച്ച് കെട്ടണ്ട. അവരെ ഫ്യൂച്ചറിന് വേണ്ടി വിട്ടാൽ അവർ വേണമെങ്കിൽ എൻട്രി ആവും. ഇന്ന് ഗൾഫിൽ നോക്കിയാൽ പോലെ 1000-1500 ശമ്പളക്കാരന് ഞമ്മോ, ബാക്കിയുള്ള 5000 10,000 ശമ്പളക്കാരൻ നമ്മളെ സഹോദരന്മാരിൽപ്പെട്ടതാണ്. എന്തുകൊണ്ട്? നന്നായിട്ട് നമ്മൾ എൻട്രി ആകുന്ന സമയത്ത് ഇവരെല്ലാം പിടിച്ചു കെട്ടിടുന്നുണ്ട്. പാർട്ടിയിലേക്ക് മതത്തിന് ചിന്താവിനെ വിളിക്കാൻ കുറേ വാളും കുറേ ബുർദിയും കുറേ മറ്റതും മറിച്ചത്. നീ നോക്ക്, നമ്മൾ കേരളത്തിൽ എപ്പോൾ നോക്കിയെങ്കിലും നമ്മൾ 27% എന്തുകൊണ്ട് നമ്മൾ റോഡിൽ ബാക്കി ക്രിസ്ത്യാനി സഹോദരന്മാർ ഹിന്ദു സഹോദരന്മാർ ഓർത്തു, ഒരു സംഘടന എടുത്തു, ഇതെടുത്തു, ഒരു കല്യാണം എടുത്തു. ഈ കല്യാണത്തിൽ ദൂരത്തിൽ വേൾഡിൽ ഏറ്റവും ദൂരത്തടിക്കുന്ന നിയമം അത് തങ്ങന്മാരെ ബ്ലെസ്സിങ്ങൾ അതിലെല്ലാം പോയിട്ട് കൂടുന്നത് ജോറ്. പിന്നെ അത് ചെയ്യില്ല. അവർക്ക് കൈമടക്ക് കിട്ടൂ, ബിരിയാണി കിട്ടൂ, അത് കിട്ടൂ. ശരിയായിട്ടില്ല.
ഇങ്ങനെ ഞമ്മ പോയിട്ട് പാലക്കാട് ഒരു മുന്നത്തെ തങ്ങളോട് പോയിട്ടുമ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉത്ബോധനം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു തങ്ങളെ ഉത്ബോധനം ചെയ്യേണ്ട ആവശ്യമില്ല. അയാളില്ല. ഇപ്പോൾ നിങ്ങളുടെ ബ്രാക്ക് അടിച്ചെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ണും ചിമ്മിയിട്ട് വിശ്വസിക്കുന്ന സമുദായമുണ്ട്. നിങ്ങളുടെ ബ്രാക്ക് അടിച്ചെങ്കിൽ ഒരു ഒരു ശരീരത്ത് പ്രകാരം നമ്മൾ കല്യാണം നടക്കുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ ബ്രാക്ക് അടിച്ചാൽ മതി. നിങ്ങളെ കണ്ടിട്ട് ഖാലിയാന്മാരും ബുക്രിമാരും കത്തിമാരും ബ്രാക്ക് അടിക്ക് തീർന്നില്ല. ഇതിനെന്ത് ഉത്ബോധനം എന്ത്? അവർ ഏറ്റെടുക്കില്ല, അത് കുട്ടികൾക്ക് വിടും. നിങ്ങൾ നന്നാണ്, ഞങ്ങൾ നന്നായല്ല, നിങ്ങൾ നന്നായി മതി എന്ന് ഇവർ പറഞ്ഞത്. ഇവരെ കഥ വളരെ ഇത് പറഞ്ഞു. ഇവരെ കഥനെ പറഞ്ഞേ തീരെയല്ല. നമ്മളെ കുട്ടികളെ നശിപ്പിക്കുന്ന ഇവരാണ്. നമ്മ ആരും ക്രിട്ടിസൈസല്ല. ഹിന്ദുക്കൾ, അതായത് നിന്റെ ദീന് നിൽക്കുക, എൻ്റെ ദീന് നിൽക്കുക. ഹിന്ദുക്കൾ ഓർക്ക് വേണ്ട ദീന് പോട്ട് നമ്മളെന്തിനാ ഇന്റർഫെയർ? ഒന്നും ഞമ്മ നന്നായെങ്കിൽ ഓറെ നന്നാക്കാൻ വേണ്ടിക്കൊണ്ട്. പണ്ടെല്ലാം മുസ്ലിമിൻ്റെ ജീവിതം കണ്ടിട്ടാണ് ഹിന്ദു സഹോദരന്മാർ കൺവേർട്ടായിട്ട് മുസ്ലിം ആകുന്നത്. ഇന്ന് നമ്മളിൽ എന്തുള്ളത്? ഇന്ന് എല്ലാത്തും പോയെങ്കിലും ഞമ്മക്കൊരു നായിനെ അടിച്ചു കൊന്നാൽ ഇവിടെ സുപ്രീം കോടതി ചോദിക്കും. ഒരു മുസ്ലിം സഹോദരനെ അടിച്ചു കൊന്നാൽ കേൾക്കാൻ ആളുണ്ടെന്ന് ഉണ്ടാ? നോർത്തിൽ എത്ര കൊല്ലുന്ന ഉണ്ടാ? ഇല്ല. അതിന് കാരണക്കാർ ഓരല്ല. അത്രയും ഞമ്മ അധപതിച്ച് അതിന് എന്തിലേക്ക് ഒന്ന് കേരളത്തിൽ പോനെ ഞമ്മ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും പറയുന്നത് ഞമ്മ കണ്ണിഞ്ഞി മീറ്റിൽ വിശ്വസിക്കാൻ പാടില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞ് മുസ്ലിം ലീഗാണ് ഞങ്ങൾ ആകെ പിന്നെ സമുദായത്തിൽ ഒന്ന് ചാലഞ്ചാക്കി ഒന്ന് കാണിക്കുക. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ സമയത്താണ് ഇവർ അഭിമാനത്തോട് പറഞ്ഞ മലപ്പുറം ജില്ല ഉണ്ടായത്. പിണറായിൻ്റെ ഭരണത്തിലാണ് നമുക്ക് ഈ പൗരന്മാരെ അവകാശത്തിന് വേണ്ടിയിട്ട് അസംബ്ലിയിൽ ഇന്ത്യയിൽ പാസ്സാക്കിയത്. ഇവർ എന്ത് ചെയ്തത്? എല്ലാം തട്ടിപ്പ്. ഇവർക്ക് സമുദായത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇപ്പം ആമാസിൻ്റെ പ്രശ്നം വന്ന് എല്ലാവരും സംഘടിച്ച് പിണറായിയും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും സംഘടിച്ചിട്ടാകുമ്പോൾ ഇവരെ ഇൻവൈറ്റ് ചെയ്ത് ഇവർ പോയിട്ട് അവർ കൂടിയില്ല. ജോറ രാഷ്ട്രത്തിൻ്റെ കോളർ പൊട്ടിപ്പോവും. അവർക്ക് സമുദായത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ പിണറായി വിളിച്ചതോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിളിച്ചതോ അല്ലെങ്കിൽ RS വിളിച്ചതോ ഒന്നും നോക്കേണ്ട ആവശ്യം എന്നുള്ളത് അല്ലേ? സഹായിക്കുന്നവർ വിളിക്കുമ്പോൾ പോവുക. അത് അല്ല, നമ്മളെ കൗമന് ജോറ ഇഷ്ടപ്പെടുന്ന കൗമനും വേണ്ടി ജീവിക്കുന്ന പറഞ്ഞെങ്കിൽ ജോറ രാഷ്ട്ര റേഞ്ച് നോക്കേണ്ട ആവശ്യം എന്തെന്ന് പോയിട്ട് സഹകരിക്കണ്ടല്ലേ? വേറൊരു തട്ടിപ്പിൻ്റെ ആൾ. ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തങ്ങന്മാരാട്ട് ആരുമാട്ട് എൻ്റെ അടുത്ത് ഇരുത്തി ചെറിയ പുള്ളറെ കൊണ്ട് വന്നിട്ട് എൻ്റെ ബാക്കിൽ കുത്തണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ആണ് മക്കൾ എന്നെ ഇരിക്കും. എന്ത് ഒരു 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 ഇത് പറയുമ്പോൾ പ്രസിഡന്റ്, ഇപ്പം പ്രസിഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ആളാണ് എപ്പോൾ ഈ ലീഗിൻ്റെ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് ആവാനുള്ള അർഹതയുണ്ട്. പിന്നെ പറഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുടുംബം മോനെ എന്ത് ജോറ നമ്മളെ മുത്തുനബിനെ അപമാനിക്കുന്നത് ജോറ ജീവിതം. നമ്മളെ മുത്തുനബിൻ്റെ ജീവിതം അങ്ങനെ ജോറ് എല്ലാ തല്ലിപ്പൊളിക്കും, എല്ലാ ദൂർത്തിനും, എല്ലാ അനാചാരത്തിനും മൗനസമ്മതം കൊടുക്കുന്നവർ. ഈ ലീഗിൽ അഴിമതിയില്ലാത്ത ഏറ്റവും കൂടുതൽ അഴിമതി ചെയ്യുന്ന ഈ പാർട്ടിയാണ്. കള്ളുകുടിയന്മാർ, പെണ്ണുകുടിയന്മാർ, അഴിമതിക്കാർ, ഇൻട്രസ്റ്റ്കാർ എല്ലാം ഇത്. അതിനുള്ള മൗനസമ്മതം കൊടുത്തിട്ട് പാണക്കാട് കുടുംബത്തിലേക്ക് എൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ അവർക്കൊന്നും കിട്ടൂ. പിന്നെ ചെയ്യുന്നത് അതേ ആൾ പോയിട്ട് സമസ്തൻ്റെ എൻ്റെ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ഓരോരോ ജാഗയിൽ പോയിട്ട് ഖാലി പട്ടം സ്വീകരിക്കുന്നു. ഒരു ഖാലി എന്ത്? ഖാലി എന്ന് പറഞ്ഞെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ആ മാലിൻ്റെ ഖലീഫയാണ്. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബ് ആ പ്രദേശത്തിന്റെ ഒരു നേതാവാണ്. ശരി, ജഡ്ജി, സിറിയത്തിന്റെ നേതാവാണ്. ജോർപ്പോ എല്ലാ കല്യാണ ദൂരത്തിനും പോകും. പിന്നെ ഇവർക്ക് 1 2 പൗണ 5000 10,000 കിട്ടുന്നെങ്കിൽ ജ്വല്ലറി ഷോപ്പ് ഓപ്പനാക്കാൻ, ആട് ഓപ്പനാക്കുക. അത് നമ്മളെ തങ്ങളെ പുള്ളിയോട് പോകുന്നത്. അത് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പുള്ളിയോട് ഇങ്ങനെ പോയിട്ട് ഇപ്പം നിന്നോട് കേൾക്കട്ടെ പോനെ, ജോർ വിദ്യാക്കുന്ന നോക്ക്. ബാബരി മസ്ജിദ് പൊളിച്ചായിരുന്നു. കോൺഗ്രസ് മോനെ എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത് കോൺഗ്രസ് നിനക്ക് ഇഷ്ടറിയായിട്ട് ജോറ് പറയുമെന്ന് നമ്മ ഇങ്ങനെ അല്ലാഹ് ലാസ്റ്റ് BJP എടുത്ത പണിയിൽ മേസ്ത്രി പണി, പൊളിക്കുന്ന പണി മാത്രം.
അതിന്റെ ലാസ്റ്റ് വരെ എല്ലാറ്റിനും ഈ പാണക്കാട് കുടുംബത്തിന്റെ മൗനസമ്മതത്തോട് ഈ കോൺഗ്രസിന്റെ ചരിത്രം നോക്കും. ലാസ്റ്റ് അതിന് എല്ലാം സപ്പോർട്ടാക്കിയത് രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധി പിന്നെ മോനേനാണ് ഈ പാണക്കാട് പിന്നെ കുടുംബത്തിന്റെ ആള് വയനാടെല്ലാം കുഞ്ചിൽ കയറ്റി നടക്കുന്നത്. തങ്ങളെ പുള്ളിയോട് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുള്ളിയോടാണ് അതേ രാഹുൽ ഗാന്ധിനെ ഇങ്ങനെ കുഞ്ചിൽ വെച്ച് സിന്ദാബാ സിന്ദാബാ. എന്താ അധപതനെ നമുക്ക് നമ്മളല്ല വിടോ എന്നിട്ട് തങ്ങോയിട്ട് തങ്ങൊന്ന് നൂറോട്ടം തീർക്കുക. കുറേ ആൾക്കാർ നമ്മളെ നാട്ടിൽ നമ്മളെ തങ്ങൾക്ക് അപമാനത്. നമ്മളെ തങ്ങൾക്ക് ജീവിതം അങ്ങനെയല്ല. ഇവർ ജീവിക്കും പോലെ ഇവരെല്ലാം പണക്കാർ സറൗണ്ടിങ്ങിലുണ്ടാവും. ഓരോ ആത്മാർത്ഥമായിട്ട് ലീഗിന്റെ കുറേ എൻ്റെ സഹോദരന്മാർ എൻ്റെ ആൾക്കാരുണ്ട്. ആത്മാർത്ഥമായിട്ട് ചോര നോക്കി പച്ച ഉണ്ടാവും. ചോര ഈ തങ്ങ മറഞ്ഞ് ചോര നോക്കി കരിയോല് പോലെ ഉണ്ടാവും, പച്ച ഉണ്ടാകും. ഇതാ തങ്ങളെ കുടുംബം. തങ്ങ എങ്ങനെ ജീവിച്ചിരുന്നത്? തങ്ങ ദുനിയാവിനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചത്. എന്നിട്ട് ആ തങ്ങോട്ട് അങ്ങനെ കുറേ ആൾക്കാർ കൈമുട്ടാനും കാലുമുട്ടാൻ എന്ത് അധപദ്ധതി നമുക്ക് എന്ത് ഓരോ ക്വാളിറ്റി ഉണ്ടത്. എനിക്കെന്റെ എതിർന്ന് 2 ചോദ്യം ചോദിക്കാനും ശരിയത്തെന്ത് ഉത്തരം പറയട്ടു. ദീനെന്ത്? ഞാൻ മടുത്തുപോയി. ഞാൻ ഏടെല്ലാം നല്ല കാര്യം ചെയ്യുമ്പോഴേക്ക് പക്ഷെ എന്നെ സഹോദരന്മാരെല്ലാം എന്നെ നന്നായിട്ട് സഹായിച്ചിരും ചെയ്തതിന് എന്നെ എനിക്ക് ഒരു ആവേശം വരുന്ന ഇത് ഈ കള്ളന്മാരാണ് എന്നെ എല്ലാം ബുദ്ധിമുട്ടാക്കി. ഈ മുനാഫിക് ലീഗിന്റെ ആൾക്കാരാണ് എല്ലാ പള്ളിയിലും എന്നെ നിരുത്സാഹപ്പെടുത്തിയതും എന്നെ ബുദ്ധിമുട്ടാക്കി ഇവരാണ്. എന്തുകൊണ്ട് സാധാരണ പള്ളിയിൽ കെട്ടാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കണ്ടല്ലേ? അവർക്ക് ഇത് ഞാൻ സ്വന്തം നിന്നിട്ട് എടുക്കുന്നല്ലേ. സ്വന്തം നിന്നെടുക്കും. ഓർക്ക് പൈസ കിട്ടുന്ന എങ്ങനെ? ഇത് ഡൊണേഷനെല്ലാം ആടെ വന്നിട്ട് പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഡൊണേഷൻ എടുക്കും. ഇവിടെ 10 കോടി ആകുമ്പോഴേക്ക് ബാക്കി അതിൻ്റെ ഇടയിൽ പാണക്കാട് അടുക്കലെത്തിയിട്ട് 2 കോടിയെ പള്ളിക്ക് ചെലവാക്കൂ. ബാക്കി ഇത് ഞാൻ ചാൻസ് കൊടുത്തില്ല. സ്വന്തം തീർക്കാൻ ഇത് ഈ പള്ളി കാലകാലം തീരുള്ളാന്ന് എന്നെ പറയൂ. ആ തീരുള്ള നമുക്കറിയൂ. ഇവരാണ് എന്നെ ഇതാക്കിയത്. ഇതന്നെ അതിൽ കെപ്റ്റൻ പറ അതിലൊന്ന് പിന്നെ ഒന്നുള്ളത് പിന്നെ കാസർഗോഡ് ജില്ലേൻ്റെ സെക്രട്ടറി വലിയ ഹല്ലാമ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. പിന്നെ ഒന്ന് കാസർഗോഡ് കേരള കമ്മിറ്റിൻ്റെ ഒരു മെമ്പർ 4-5 കോടി കട്ടുപോനെ. ഞാൻ തെളിക്കും. ഞാൻ ജോറോട് പറയും നമ്മ ഇത് നോക്കാം, ഞാനെല്ലാം ഏറ്റെടുത്ത് ശരിയാക്കി തരാം. ശരിയാക്കാൻ ഒക്കുന്നില്ല. ഇപ്പം 2 കേസ് ജോറപ്പോൾ നമ്മളെ പള്ളി മാലിക്കനാറിൻ്റെ പള്ളീൻ്റെ പേരിൽ 2 കേസ് ഇപ്പോൾ കോർട്ടിലുണ്ട്. കട്ട തന്നെ അന്താഞ്ച് ഇപ്പോൾ പള്ളീൻ്റെ പള്ളി തീർത്തിരുന്ന ഇപ്പോൾ 3-4 കൊല്ലമുണ്ട്. അപ്പം ഈ കമ്മിറ്റി ഉണ്ട്. ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി അതെല്ലാം കുറേ ഒരു 30 ലക്ഷം റുപ്യൻ്റെ സാധനം ഒരു പൊളിച്ചു ചാടി. ആവശ്യം ഇവർക്ക് എന്തെങ്കിലും അതിന് നന്നാക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയണ്ടല്ലേ ഞങ്ങളെ മാസ്റ്റർ പ്ലാൻ എന്തുണ്ടാ എന്താ വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അതിപ്പോൾ കുമ്പിച്ചിട്ട് പോന്ന് ജോറ് എന്നിട്ടായിട്ട് പിന്നെ ഒരു 5 ലക്ഷം റുപ്യക്ക് ആണ്ട കഥ ഒരു എസ്റ്റിമേറ്റ് കാട്ടിക്കുന്നത് 30 ലക്ഷം. 10 ലക്ഷത്തിനെ കാട്ടുന്ന എസ്റ്റിമേറ്റ് കാട്ടുന്നത് 20 ലക്ഷം. അതാ കണക്കിൻ്റെ ചേട്ടാ ഞാൻ കാണിച്ചു കൊടുക്കാം. മാലിക്കാ പള്ളിയിൽ ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര ഞാൻ ജാഗ കാണിച്ചു പോലെ ഈ നമ്മൾ ഇത് ഉറൂസിന്റെ മുഹാമിന്റെ പിരിവല്ലാണ്ട് വേറെ പിരിവില്ല. ആരോ ഒരു സഹോദരന് കൊടുത്ത കുറച്ച് ഞാൻ ഇവർക്ക് ഞാൻ ഒരു ജാഗ വരെ കാണിച്ചു കൊടുത്ത് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് ചൈപ്പടുപ്പിൽ പൈസ ഒന്ന് മലിക്കുന്ന പൈസയുടെ ബ്ലോക്ക് ആയിപ്പോട്ടും 8 lakhs എന്തോ ഞാൻ കുറച്ച് ചെലവാക്കി. ഓരോ പോയി കൺഫേം ആക്കി. ഈ ലാസ്റ്റ് ജോന് പോയി അവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ അത് വേണ്ട, അത് ഹിന്ദുക്കളെ സെന്ററിൽ നിന്ന്. ഹിന്ദുക്കളെ സെന്ററിൽ ജോർക്ക് ഇതെല്ലാവും ബിസിനസ് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. ഹിന്ദുക്കളെ ചങ്ങായിമാർക്ക് പള്ളിൻ്റെ ജാകാകുമ്പോൾ അവിടെ ലാസ്റ്റ് മുടക്കിയിട്ട് എന്നെ 30-40,000 രൂപ എൻ്റെ പോയി. ഞാൻ ഇതോട് പറയുന്നത് ഇതെടുക്ക്, ഇപ്പം 3 കൊല്ലം ഇതെടുക്ക്, ഇത് പള്ളിക്ക് 65,000 രൂപ മാസത്തിന് ഇൻകം വരും. ഇത് ആരെങ്കിലും അധികം പറഞ്ഞിട്ട് നിങ്ങളോട് വിമർശനം പള്ളിയിൽ വന്നെങ്കിൽ ഇപ്പം നിങ്ങൾ എടുക്കുന്നില്ല. അതിനേക്കാൾ 10 ലക്ഷം രൂപ അധികം തന്ന് ഞാൻ വാങ്ങും. അത് വേണം നിങ്ങൾക്ക് റേറ്റിംഗ് തരാം. ഒത്തില്ല, ഇവർ കക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഇടയിലുള്ളതുകൊണ്ട് കക്കാൻ പറ്റുന്നില്ല. അല്ല മോനെ, ഞാൻ ജോൺ ചോദിക്കട്ടെ. അന്താച്ചാക്കി ബാക്കി ഗൾഫിൻ്റെ പുള്ളെല്ലാം കൂടിയിട്ടാണ് ബാക്കിലെ ബിൽഡിങ്. ജോറ് എന്ത് ചെയ്തു ഒന്ന് പറയട്ടെ. ജോറ് എന്താക്കി പറയല്ല. സ്വന്തം കീസയിലിട്ടിട്ട് പള്ളിൻ്റെ പണ്ടാരം കട്ടിട്ട് ജീവിക്കുന്നതല്ലാണ്ട് ജോറ് സ്വന്തം പൈസ എന്ത് ചെലവാക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് എത്തിക്കും കാട്ടിക്കും. കയ്യിൽ നിന്ന് രാഷ്ട്രത്തിൻ്റെ മീറ്റിങ്ങും മറ്റേ ജോറ മുനാഫി ലീഗിൻ്റെ മീറ്റിങ്ങും ഓരോ രാഷ്ട്രത്തിൽ വളരാൻ വേണ്ടിയിട്ട് എല്ലാ പണിയെടുക്കുന്നു. ഒരു നയാ പൈസ കുറച്ച് ഇതാക്കിയില്ല. ഇവിടെ 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ 20 അക്കാഡമിക്ക് ചെലവാക്കുന്നത്.
ഇത് എന്താ പുട്ടി പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞത് എന്താ ഇന്റൻഷൻ ഇവിടെ ബിസിനസ് ഇവിടെ കച്ചവടം ഇവിടെ ഇൻകം വരണം 10-20 ലക്ഷം റുപ്യ മാസത്തിൽ 25 ഇത് എല്ലാം വരാൻ തുടങ്ങി. ഇത് ജോറോത്സവത്തിനൊന്നുമല്ല, മാലിക്കുന്നാറിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ അതിൽ ചീറ്റാമ ഇപ്പൊ കുറേ ആൾക്കാരെ വരാൻ വേണ്ടി തുടങ്ങി. എവിടുന്നല്ല വരുന്നത്? ഇത് ജോറ അവിടെ ഇരുന്നിട്ട് ദൂർത്തടിക്കുന്നു. അവിടെ 400-400 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് പിന്നെ 10 ലക്ഷം 12 ലക്ഷം റുപ്യ ഈ പാലിക്കുന്നാറ് ഫണ്ട് വന്നിട്ട് ഒരു ചെലവാക്കുന്നു. അതിൽ നിന്ന് വരുന്ന 40 ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു കൊല്ലത്തിന്. അതിൽ 40 കുട്ടിക്ക് ഞാൻ മിഞ്ഞാന്ന് അവിടെ ചാലഞ്ച് ആക്കി എനിക്ക് കാണിക്ക് ഇത്ര 10-15 കൊല്ലമായി അവിടെ 18-12 എത്ര കുട്ടികൾ നിങ്ങൾ പഠിപ്പിച്ചു. ആ കുട്ടികൾ ഇന്ന് സമുദായത്തിന് ഗേടെല്ലാം ഗുണം കിട്ടി. സമുദായത്തിന് പറ്റിയിട്ട് ഇവിടെ ഇമാമിൻ്റെ പണി എടുക്കുന്നുണ്ട്, ഇവിടെ ആലിമിൻ്റെ പണി എടുക്കുന്നുണ്ട്, ഇവിടെ പിന്നെ ഇത് മറ്റേ ഇമാമായിട്ട് നിൽക്കുന്നുണ്ട്. കാണിച്ചില്ല ഓടില്ല. ഒരു കൊല്ലം 2 കൊല്ലം പഠിച്ചിട്ടായിട്ട് ഒരു അടയിൽ വിട്ടു പോകും. 2 കൊല്ലം പോയി. ഒരു കുട്ടീനെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ നമ്മളെ സമുദായത്തിന് 3 ലക്ഷം റുപ്യ ചിലവാകും. എത്ര? 3 ലക്ഷം റുപ്യ ഒരു കുട്ടീൻ്റെ മുകളിൽ ചിലവാകും. അതായത് ഒരു കോളേജിൽ 8 കൊല്ലം എല്ലാം ആകുമ്പോഴേക്ക് മിനിമം 3 ലക്ഷം ആവും. 3 ലക്ഷം. അത് നമ്മളെ സമുദായത്തിന് ഗുണമില്ല. ഓർക്ക് ചെറു ശക്തി പ്രകടനം കാട്ടിക്കണോ? പിള്ളേരെ കാണിച്ചിട്ട് ഇവിടെ എത്തിയും കാന അപ്പം ആടെല്ലാം കാണിച്ചിട്ട് ഗ്രാൻഡ് ബേക്കിന് എൻജോയ് ആക്കണം. ഇന്ന് അജ്ജ് കമ്മിറ്റിൻ്റെ എന്ത് എല്ലാം ഇവർക്ക് കയറിന്ന് വക്കബോർഡ് എന്ത് ഫുൾ കറപ്ഷനും ചാലഞ്ചാക്കി. എന്താ വെച്ചാൽ ഒരു ജാഗയിൽ മുതലിട്ട് പൈസ റോഡ് വിട്ടിന് വേണ്ടിയിട്ട് 1,06 ലക്ഷം റുപ്യ ഗവൺമെൻറ് പെട്ടെന്ന് 2 മാസത്തിനുള്ളിൽ തന്നു. എപ്പോൾ 3.5 വർഷം മുന്നേ ഈ കള്ളന്മാരെ അതിനെ കൊണ്ടുപോയിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റിൽ 5% ഫിക്സഡ് ഡിപ്പോസിറ്റ് അവിടെ ബാങ്കിൽ വെച്ചിട്ടുണ്ട്. അറാബി നമുക്ക് അത് ഞാൻ കേൾക്കുമ്പോൾ ഒരു ഇന്ത്യൻ നിയമം പറയുന്നത് ഒരാൾ ഒക്കപ്പ് ചെയ്യുന്നത് ശരീരത്തിലോല് ഞാൻ ഒക്കപ്പ് ചെയ്യുന്നത് ശരീരത്തിലോല് നമ്മളെ ആഹ്റത്തിനും വേണ്ടിയിട്ട്. അത് ജോറ് ഈ ബ്രോക്കർമാരുടെ ഇടയിൽ അതിനെ ഫുള്ള് യൂസാക്കുന്നത്. എത്ര കോടിക്കണക്കിൻ്റെ പൈസ ഈ വഖഫ് ബോർഡ് ചുറ്റിലുണ്ടറിയോ? എത്ര കോടിക്കണക്കിൽ നമ്മൾ കൈയാട്ടേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാ ഖസാന അല്ല നമ്മളെ പള്ളിന് ചുറ്റുണ്ട്. അത് നേരാക്കിയെടുക്കാൻ ഇവർക്ക് സമയമില്ല. നേരാക്കി എടുത്തെങ്കിൽ പള്ളിനെ സെറ്റ് നമുക്ക് പരിപാലിക്കാം. നമ്മളെ കാളിയന്മാർക്ക് മുക്കറിമാർക്കെല്ലാം 1 ലക്ഷം 2 ലക്ഷം കാറെല്ലാം കൊടുക്കാൻ ചുറ്റുപാട് നമ്മളെടുത്തിട്ടുണ്ട്. ഗൾഫിൽ പോയിട്ട് കൈയാട്ടേണ്ട ആവശ്യമില്ല. അതിന് സമയമല്ലേ ചെറുത്ത്. ഞാൻ ഇതും പറഞ്ഞിട്ടാണ് പാണക്കാട് പോയത്. പിന്നെ പാണക്കാട് പോയിട്ട് ഈ അവസ്ഥയെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞ് ഞാൻ ആലോചിക്കാം, നിങ്ങൾ വിളിച്ചോണ്ടിക്ക്, ഞാൻ ആലോചിക്കാം. വല്ലാഹി ബഹ്റിമിൻ്റെ ടൈം സത്യം ചെയ്തത് ഞാൻ ആലോചിക്കാം. ബാക്കി കുറേ പൊളിറ്റിക്സിന് സംസ്ഥാനങ്ങളുണ്ട്, ഞാൻ ആലോചിക്കാം. അത് അവൻ്റെ അളിയനുണ്ട്, അളിയൻ നമ്പർ വന്ന് നിങ്ങൾ ഞാൻ വിളിച്ചോണ്ടിരുന്നു. 2 മാസമായി 3 മാസമായി പിന്നെ ഒന്നും ഇല്ല. ഞാൻ ആലോചിക്കാം. പിന്നെ ഈ മൂപ്പര് അവിടെ കാഞ്ഞങ്ങാട് ഒരു സ്വർണം കട ഓപ്പണാക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പറഞ്ഞ് അവിടെ ഞാൻ പോയി. അവിടെ നമ്മളെ പരിചയമുള്ള ഒരു വീട്ടിൽ പോയി. അത് ഞാൻ ഓർമ്മിച്ച്, ഇത് നിങ്ങൾ അന്ന് പറഞ്ഞല്ലേ നമ്മൾ ഒക്കെ ബോർഡിൽ ചിലവെല്ലാം ഞാനിടും, ഈ ഓഡിറ്റിങ് ഞാൻ ചെയ്യും, ഈ കള്ളത്തരം ഞാൻ കാണിച്ചു കൊടുക്കും, എൻ്റെ പൈസ നിങ്ങൾ മാത്രം നിങ്ങളെ ഇംപ്ലസ്. അപ്പോൾ അവരാണ് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, നിങ്ങൾ ഇത് ആക്കിയിട്ട് എനിക്കൊരു എൻട്രി തരണം, ഞാൻ നിങ്ങൾ കാണിച്ചു തരൂ. അതായത് ഞാൻ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അതായത് വഖഫ് ബോർഡിലെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ പാണക്കാട് കുടുംബത്തിന് അറിയിച്ചിരുന്നു. അവർ ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ ഒരു പരിഗണനയും നൽകിയില്ല. ഈ ഓഡിറ്റിങ്ങിന് വേണ്ടി വരുന്ന ചെലവും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ കാണുമ്പോഴേക്ക് ഇതല്ല, ഞാൻ വലിയ ആളായിട്ട് കെട്ടുകൊണ്ടുപോയല്ല, ഞാൻ പാവമായിട്ട് പോയത്, ഞാൻ കേസത്തുള്ള ഇതൊന്നും പറഞ്ഞിട്ട് പോയില്ല. ഞാനൊരു അള്ളാഹ് ദായിയായിട്ട് പോയിട്ട് അങ്ങനെ ആൾക്കാരെ കൊണ്ട് പോയത്. ജോൻക്ക് എന്താ എന്നോട് മുണ്ടാൻ ഇതൊന്നുമില്ല. പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ പോയി, അവിടെ ഗോൾഡ് ഷോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്താക്കി. അപ്പം നിങ്ങളുടെ അന്ന് പറഞ്ഞത് നമുക്ക് ഇതിനെപ്പറ്റി നിശ്ചയാണ്, എനിക്ക് നിങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ. 1 മണിക്കൂറൊന്നും എനിക്ക് തരാൻ പറ്റില്ല. എന്നത് മണിക്കൂർ സമുദായത്തിനോട് തരാൻ പറ്റില്ല പറഞ്ഞ മോൻ എന്നോട്. ഞാൻ മരിച്ച ഖബറിൽ കിടക്കണ്ടേ, പിന്നെ എങ്ങനെ ചോറ ഞാൻ ബഹുമാനിക്കണ്ട്? ഒരു മണിക്കൂർ നമുക്ക് തരാൻ പറ്റില്ല. പോയി. ഇതാണ് മുത്ത് നബീന്റെ പുള്ളിമാർ. ഇപ്പോ നമ്മുടെ അബ്ദുറഹ്മാൻ ച അദ്ദേഹത്തിന്റെ ഭാഷ എത്രത്തോളം എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് നിശ്ചയമില്ല.
അദ്ദേഹം പറഞ്ഞു വരുന്നത് യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ എവിടെയും ആക്രമിക്കപ്പെടുകയില്ല, ആരും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യില്ല. അവർ യഥാർത്ഥ രീതിയിൽ മുസ്ലിമായി തന്നെ അതിന്റെ ചിട്ടയോട് ജീവിച്ചിരുന്നെങ്കിൽ ഒരാൾക്ക് പോലും പേരുദോഷം വരാത്ത രീതിയിൽ ഇന്നും ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു. പല സ്ഥലത്തും ഇന്ന് മുസ്ലിം നാമധാരികൾ മാത്രമാണ്, 1% മാത്രമാണ് യഥാർത്ഥ മുസ്ലിങ്ങളായി ഇപ്പോൾ ഉണ്ടാവുക. അത് പറയാൻ പറ്റില്ല. ഇത് നിനക്ക് ഇസ്സത്ത് തരുമെന്ന് ഞാനല്ല പറയുന്നത്, അള്ളാഹു പറഞ്ഞു. അള്ളാന്റെ കലാമും റസൂലിന്റെ ഹദീസിൽ വാക്ത ഞാനും എൻ്റെ റസൂലും പറഞ്ഞ ജീവിച്ചെങ്കിൽ നിനക്ക് ദുനിയാവിനെ ഇസ്സത്ത് ചെയ്ത് തരും, ആക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട അള്ളാഹ് എൻ്റെ വാദ ജോറ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നല്ലോ. പിന്നെ ജോറ് അള്ളാഹ് വിശ്വാസിയല്ല, ജോറ് സിദ്ധന്മാർ എന്ത് പറയുന്നത്, രാജന്മാർ. അതായത് ഇവര് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത് ഇപ്പോ ഇവിടുത്തെ പണ്ഡിത സഭകളും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയുടെ കാര്യങ്ങളുമൊക്കെ മുഴുവനും തട്ടിപ്പും ഈ എന്താ പറയുക അവരുടെ പണസമ്പാദ്യത്തിന് വേണ്ടി മാത്രം ഈ പാവപ്പെട്ട ആളുകളെ ഉപയോഗിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇന്ന് നല്ല നിലയിൽ പ്രവേശിക്കേണ്ട യുവാക്കൾ ആ പ്രായം ബിസിനസ്സിലേക്ക് പ്രവേശിക്കേണ്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കേണ്ട പ്രായത്തിൽ അവരെ തന്റെ അണികളാക്കി മാറ്റി തങ്ങളുടെ ശക്തി പ്രകടനത്തിനായി അവരെ ഇവിടെ തന്നെ തളച്ചിടുകയാണെന്നും അവരുടെ മേഖലയിലേക്ക് തുറന്നു വിടുന്നില്ലെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് അതായത് അദ്ദേഹം പറയുകയാണ് ഗൾഫിലാണെങ്കിൽ 1500-2000 രൂപയ്ക്കാണ് ഇപ്പോൾ കാസർഗോഡ് അല്ലെങ്കിൽ പൊതുവെ ആളുകൾ ജോലിയെടുക്കുന്നത്. അത് പ്രത്യേകിച്ച് അവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും അതല്ലെങ്കിൽ മറ്റു സമുദായ സഹോദരന്മാരൊക്കെ നല്ല വിദ്യാഭ്യാസം നേടി നല്ല രീതിയിൽ പഠിച്ച് വലിയ രീതിയിൽ ജോലി ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ 1500-1000 ദിർഹംസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഈ സമുദായത്തിലെ ആളുകളെന്നും അത് വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ കുറവാണെന്നും. കുട്ടികളെ തെറ്റല്ലത്, ആ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് ഒരു നമ്മൾ നയിക്കുന്ന സമയമില്ലേ, ഒരു സമയമുണ്ട്. അവരെ ഈ ഭക്ഷണം പുക്കറ്റിന് കൊടുത്ത് എത്തീംഖാന നിങ്ങൾ ഇന്നലെ പറഞ്ഞതായിട്ട് അറിവ് പറഞ്ഞു. അതായത് ഈ സമുദായത്തിനെ വെറും സക്കാത്ത് വാങ്ങിക്കുന്ന ആളുകളാക്കി മാറ്റിക്കളഞ്ഞു. നിങ്ങൾക്ക് എന്താ സംശയമില്ല എനിക്ക്. ഇന്ന് റോട്ടിൽ ആര് ഇന്ന് 27% ഇന്ന് റോട്ടിൽ ആര് ബെഗ്ഗിങ് ആയിട്ട് നടക്കുന്നുള്ളത്? എൻ്റെ മകളെ കല്യാണമുണ്ട്, എൻ്റെ പെങ്ങളെ കല്യാണമുണ്ട്, എൻ്റെ ഭാര്യൻ്റെ കല്യാണമുണ്ട്, ഞങ്ങളെ സഹായിക്കണമെന്ന്. ഒന്ന് ഈ പണ്ഡിതന്മാരെ അവരെ നന്നാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വക ത്യാഗം ചെയ്തിട്ട് ചോറ് കൊടുത്തിട്ട് അവരെ നന്നാക്കിയിട്ട് പോറ്റുന്നു. പിന്നെ ഇവർ പണ്ഡിതന്മാരായവർക്ക് പിന്നെ ഓരോ ലാബിലിറ്റീസ് വരുന്ന ഈ കൗമിന് അവർക്ക് പൊരവാണോ, അവർക്ക് പെണ്ണ് കെട്ടണോ, അവർക്ക് മറ്റത് വാക്കണോ, എന്തിന്? ആദ്യത്തെ ഈമാൻ എന്തെന്നറിയോ? നമ്മ കല്യാണം കഴിച്ചിട്ട് നമ്മളെ സ്വന്തം കുടുംബത്തിലെ പോറ്റുന്നതിനേക്കാളും ആരെ ആശ്രയിക്കാണ്ട് പോറ്റുന്നതിനേക്കാളും വലിയ കുഴി ഒന്നുമില്ല. അള്ളാഹ് റസൂൽ പറഞ്ഞ ഞാൻ പറയുന്നല്ല. ആരെ ആശ്രയിക്കാണ്ട് നമ്മളെ ഭാര്യനെയും നമ്മളെ ഉമ്മാനെയും ഉപ്പാനെയും മക്കളെയും പോറ്റുന്നില്ലേ, അതാണ് വലിയ ജിഹാദ്. മറ്റൊരു കാര്യം അതായത് ഇദ്ദേഹം പറഞ്ഞ സ്വയം ജോലി ചെയ്ത് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിനെ നോക്കുന്നതിനേക്കാൾ വലിയ മതമില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സമുദായത്തെ അപ്പാടെ വിറ്റിരിക്കുകയാണ്. അതായത് പണത്തിനായി അള്ളാഹുവിനെയും റസൂലിനെയും കിതാബുകളെയും എല്ലാ നല്ല വശങ്ങളെയും ഇവർ വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. വിറ്റ് കഴിഞ്ഞ് അലാഖിന്റെ കൊടി എത്തിക്കഴിഞ്ഞ് ഒന്നും ഇനി ബാക്കിയില്ല. അതിനല്ല പറഞ്ഞ് നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കും. ആ ആപ്പത്താണ് ഇന്ന് നമുക്ക് വരുന്നുള്ളത്. അതായത് മുസ്ലിം സമുദായം ഇന്ന് അതായത് ദൈവം നിശ്ചയിച്ചതിന് അപ്പുറം തീരെ അനുസരിക്കാത്ത പ്രവാചകന്റെ ചര്യ അപ്പാടെ ഉപേക്ഷിച്ച് താന്തോന്നികളായി ജീവിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാണ് നിങ്ങളെ ഞാൻ അടിച്ചൊതുക്കും എന്നുള്ളത് അല്ലെ. ഒത്തുന്ന് പറഞ്ഞു നിന്നെ ദുനിയാവിൽ ഞാൻ വിടൂല, ആഖിറത്തിൽ വിടൂലെന്ന്. കലാപ ചോറ് പണ്ഡിത് ചോർക്കെല്ലാം ആയത്തും ഹദീസെല്ലാം ചോർക്ക് മറന്നിട്ടുണ്ടാവോ? ഈ അറാമിന്റെ തിന്നിട്ട് ഈ പണ്ഡിതന്മാർക്കാട്ട് ഈ തങ്ങന്മാർക്ക് ആയത്ത് ഹദീസ് ഒന്നും ഓർമ്മയുണ്ടല്ല. തിന്നുന്ന അറാമല്ലേ? അറാമിന്റെ ആയത്തിന്റെ മോനെ അറാമിന്റെ ഒരു തുള്ളി വെള്ളം അല്ല, അറാമിന്റെ ഒരു ബെറ്റ് എന്ന് പറയുന്ന ഒരു അരി നമ്മളെ ശരീരത്തിൽ പോയാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു നിന്റെ ഇബാദത്ത് ഞാൻ സ്വീകരിക്കില്ല, നിന്റെ ദുആ ഞാൻ സ്വീകരിക്കില്ല. ഇപ്പൊ ആക്റ്റീവ് മോണ ആക്റ്റീവ് ആക്ക പോലെ അല്ലാ പാലസ്തീനെ ജീവിക്കുക, അല്ലാ ഹമാസിനെ ജീവിക്കുക,
ഈ നായ്ക്കളെ നമ്മൾ നമ്മളെ ദുആ സ്വീകരിക്കോ? എന്തിന് സമയം കളിക്കുന്നത്? അല്ല പറഞ്ഞു കഴിഞ്ഞിന് ദുആ സ്വീകരിക്കുന്നത് നിന്റെ ശരീരത്തിൽ ഒരു അറാമിന്റെ ഒരു തുള്ളി പോയിട്ടൊക്കെ നിന്റെ ദുആ സ്വീകരിക്കില്ല. അല്ല പറഞ്ഞു. നിഷിദ്ധമായ ഒരു പണം പോലും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഇനി എന്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദുആ സ്വീകരിക്കല, നിന്റെ ഇബാദത്ത് സ്വീകരിക്കല, നിന്റെ ഒന്നും സ്വീകരിക്കൽ. നീ കാഫിറിനെക്കാളും കളയുന്നുണ്ട്. ഇരിക്കുക എൻ്റെ അടുത്ത്. ഞാൻ പണ്ഡിതനല്ല, എനിക്കറിയാം എൻ്റെ ദീൻ എന്തെന്ന്. എൻ്റെ ദീൻ എന്തെന്ന് എനിക്കറിയൂ. CPM ഇന്നലെ ചെന്ന് കയറിയത് നല്ലത് ഏത് പൊട്ടെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നില്ല. എന്താക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ എന്താക്കി? ഇവർ എന്തെല്ലാം പറയും കമ്മ്യൂണിസ്റ്റ് അല്ല നമ്മൾ ഈമാനില്ലാണ്ടാക്കും. ജോർക്ക് ഈമാനില്ല. ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആടെ പോയിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴേക്ക് ഇവിടുത്തെ കാസർഗോഡ് ജില്ലേൻ്റെ സെക്രട്ടറി വേറെ എന്തും ചിന്തിച്ചില്ല. ഇതാ ഓർക്കെല്ലാം നിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൽ പിരിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞില്ല എന്ത് മഗ്‌രിബിന്റെ സമയമായത് ആ റൂമിൽ മീത്തലത്തെ റൂമിൽ പോയിട്ട് ജോർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമാക്കി കൊടുക്കാൻ മൂപ്പർ തന്നെ പറഞ്ഞത്. ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ത് മൂപ്പർ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഈ നിസ്കരിക്കുന്ന ആൾക്കാർ പേപ്പർ പിരിച്ചു തന്ന് അവരെല്ലാം കാത്തുനിന്ന് ഞങ്ങൾ നിസ്കാരം തീർന്നല്ല. ഇവരാണ് ജോറ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആയെങ്കിൽ വെട്ടത്. നമ്മളെ കുറ്റക്കാരാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സിന്ധാവാന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ 24 മണിക്കൂർ ഇതിട്ട് നിസ്കാരം നടത്തുന്ന സിന്ധാവ റോഡിൽ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ കുറ്റക്കാർ ചെയ്യുന്നത് അലാല്, ബാക്കി ഹിന്ദു സഹോദരന്മാർ ചെയ്യുന്നത് അറാമാ. നമ്മ സ്വർഗവാസിയാ അല്ല ഹിന്ദുക്കൾ നരകവാസിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അള്ളാഹ് തീരുമാനിക്കുക. അത് അള്ളാഹിൻ്റെ കയ്യിലുള്ളത്. അള്ളാഹിൻ്റെ സബ്ജക്റ്റ് എന്നിട്ട് നമ്മൾ ഡിസ്കസ്